പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 16-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഭൂമി നമ്മെ കുലുക്കും, മനുഷ്യർ നമ്മളെ കുലുക്കും. കാരണം നമ്മൾ ഫലമുള്ളത് കണ്ടിട്ടാ. ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിലേക്ക് മനുഷ്യർ കയറി അതിന്റെ കൊമ്പുകളെ കുലുക്കുവാൻ ശ്രമിക്കും. കാരണം അതിന്റെ ഫലം താഴെയിട്ട് തിന്നാൻ വേണ്ടി. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, ആരൊക്കെ എന്നെ കുലുക്കിയാലും ഞാൻ കുലുങ്ങത്തില്ല. കാരണം യഹോവ എന്റെ വലത്തുഭാഗത്തുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ മാറിപ്പോയാലും എന്റെ ദയ നിങ്ങളുടെ കൂടെയുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്. ഏതൊക്കെ പ്രതികൂലം വന്നാലും ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾ കുലുങ്ങി പോകാതെ നിങ്ങളെ നല്ലവണ്ണം ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അടുത്തത്, ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോത്തില്ലെന്ന്. കാരണം ഉറപ്പുള്ളതായ ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയധികം പ്രതികൂലം വർദ്ധിച്ചാലും കുലുങ്ങിപ്പോകാതെ നമ്മെ നിർത്തുന്നത് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുക, അതെ, നമ്മെ കുലുക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, പിശാച് നമ്മെ പല പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിലെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ആത്മീക മണ്ഡലങ്ങളെയും നിന്റെ ഭൗമിക മണ്ഡലങ്ങളെയും കുലുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ദൂതായി പറയുന്നു, നിന്നെ കുലുക്കാൻ ശ്രമിക്കുന്നവന്റെ മുൻപിൽ നിന്നെ ബലത്തോടെ നിർത്തുന്നവനാണ് എന്റെ ദൈവം. നമ്മുടെ ആത്മീക മണ്ഡലങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമ്മെ കുലുക്കുവാൻ പലരും ശ്രമിക്കും. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷകരോടുള്ള ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൂത, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ നമ്മെ കുലുക്കുമെന്ന്. പക്ഷേ ശത്രു എത്രയധികം നമ്മെ കുലുക്കിയാലും നമ്മുടെ കൂടെ ഉള്ളത് ബലവാനായ ദൈവമാകിയാൽ നാം കുലുങ്ങിപ്പോകാതെ നിർത്തുവാൻ ആ ദൈവത്തിന് കഴിയും. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ ഇന്നത്തെ പകൽക്കാലം കുലുങ്ങാത്തൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദനാണ്. നിങ്ങൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റുപറ. മാനസാന്തരപ്പെട്ട് ദൈവത്തിന് യോഗ്യമായ ഒരു ഫലം കായിച്ച് കുലുങ്ങാത്തൊരു ക്രിസ്തീയ ജീവിതം, അർത്ഥാൽ ഒരു നല്ല വിശ്വാസ ജീവിതം നയിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുക. അവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ കുലുക്കാൻ പലതും ഉണ്ടെങ്കിലും കുലുങ്ങാതെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ ദൈവം ശക്തനാണ്. പൗലോസ് അതുകൊണ്ടല്ലേ പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തെയും അതിജീവിപ്പാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങളെ കുലുങ്ങാതെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവം നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്, വീണു പോകരുത്, നിങ്ങൾ ഭാരപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ ബലമുള്ള കൈ കീഴിൽ നിങ്ങൾ സുരക്ഷിതരാണ്. പകൽ പറക്കുന്ന അസ്വത്തെയും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരും നിങ്ങളെ വിടുവിച്ച് മുൻപോട്ട് നയിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ദൈവം നിങ്ങളെ കുലുക്കത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തി വായിൽ പുതിയൊരു പാട്ട് തന്ന് ഇന്ന് പകൽക്കാല സ്തോത്രത്തിനായി അനേക നന്മകൾ ദൈവം തരും. ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.